ഒരു തട്ടിക്കൂട്ടി ഡേ ഇൻ മൈ ലൈഫിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അമ്മ ബിരിയാണിക്ക് എന്തൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിക്കാണ്ട് വിളിച്ചിഞ്ച് ഉറക്കം കെടുത്തി. നീച്ച് വരുന്നത് ഉറക്കം മാട് വിളിച്ചിട്ട് രണ്ടും ഉണ്ടാക്കണോണ്ടാ. അത് കൂടാതെ നമ്മൾ അന്ന് റൂം ക്ലീൻ ചെയ്തില്ല. അന്ന് മുതൽ തുടങ്ങിയ ജലദോഷം തുമ്മല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ സന്തോഷം മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. കുറച്ച് ഇടങ്ങേറും സങ്കടമൊക്കെ ഉണ്ടാവില്ലേ? അത് നാം അങ്ങ് സഹിച്ച ആദ്യനോട് ഇഞ്ചി വത്തിൽ തോലൽ ചാനോട് പറഞ്ഞത് അത് ഞാൻ കൃത്യമായി ചെയ്ത് മാന്റെ സുരക്ഷിതമായ സുന്ദരമായ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്നെന്തെങ്കിലും ഏൽപ്പിച്ച് അതേ മരത്തിന് പല ഡെക്കറേഷനും ഞാൻ എന്റെ കൈ നിർത്തിടും. ഉച്ചക്ക് മാന്റെ കൈ കൊണ്ടുണ്ടാക്കി നല്ല കോഴി ബിരിയാണി തന്നു. എന്താ ഇവിടെ ബീഫ് ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇറച്ചി കൂട്ടാത്തോണ്ട് മാത്രം കോഴി ബിരിയാണി, ബാക്കിയുള്ളവർക്കൊക്കെ ഇറച്ചി അല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. റൂമിൽ വന്നപ്പോൾ മൂത്തമ്മയും കുട്ടിയാണെങ്കിൽ പെരും കളി. കുറച്ചും കഴിയട്ടെ കളിയും ചെറിയൊക്കെ നമുക്ക് കാണപ്പത്തിന് മൂത്തമാനെ ചോട്ടുണ്ട് കേട്ടോ. ഒരു 5:30 മീഷോന്ന് ഒരു കൊറിയർ വന്നു. ഞാൻ കാത്തുന്ന സംഭവമാണ് നൈറ്റ് സൂട്ട്. അങ്ങനെ അപ്പം തന്നെ ഗൾഫിൽ നിന്ന് വന്നോല് ചുറ്റോറ നിർത്തി പെട്ടി പിടിച്ചില്ല. അതേമാതിരി പെട്ടി പിടിച്ചു. ഇതൊരു യൂണിഫോമിന്റെ ടച്ച് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് അപ്പത്തെ ട്രെൻഡേ. ഇവിടെ 2 ഇളയാക്കാരുണ്ടായിരുന്നു. വലിയ ഇളയാക്ക ഉച്ചക്ക് വന്നതാണ്. പിന്നെ ഒരു ഏറെയൊക്കെ ആയപ്പോൾ താത്തും കുട്ടികളും ഇളയാക്കൊക്കെ പോയി. ചെറിയ ഇളയാക്ക പിന്നെ കുറച്ച് നേരത്തെ പോകുമെന്ന് കയറിയിട്ടുണ്ട്. ഇവൽക്കൊക്കെ ഈ ക്യാമറ ഓണാക്കിയ ഭയങ്കര ബഹുമാനം. അതുകൊണ്ട് എന്തെങ്കിലും ബഹുമാനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ഓണാക്കി പോലെ മുന്നിൽ പോയാൽ മതി. അമ്മാര് പേടി. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിന് ഒരു പേടിച്ചിന് ജാഗ്രത മാത്രം മതിയില്ലേ. ഇപ്പം ആര് വന്നാൽ ഞാൻ ആദ്യം കൊണ്ടുവച്ച റൂമൊക്കെ അങ്ങനെ താത്താനെ കൊണ്ടേ പോള് പറഞ്ഞു നല്ല രസമുണ്ട്. അപ്പോൾ ഒരു പൊലിവ് അങ്ങോട്ട് കയറി മെയിൻ ആവലെടുത്തി. മെയിൻ ആവല്ല മെയിനത്തിന് അവിടെ നിന്നൊക്കെ വരിക ചെയ്യാം.